യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-19. Yeshaya chapter 7 verse 14 and Matthew chapter 1 verse 18-19. Amen. 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 മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-19. യേശുക്രിസ്തുവിന്റെ ഇംഗിതമായിരുന്നു അവന്റെ അമ്മയായ മറിയ. ശേഷം അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായതുകൊണ്ടും ആമേൻ. ഇന്ന് രാത്രി ദൈവശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ നല്ല സഭയ്ക്കായി സ്തോത്രം. വീട്ടുമൊരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ടവരുമായി ആയിരിക്കാൻ ദൈവം സഹായിച്ചതുവയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ അഭിഷേകം പ്രാപിച്ചത് പെരുവയിൽ സാംബാസ്റ്റർ നടത്തിയ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്താണ്. സ്തോത്രം. അന്ന് അവിടെ സേവർച്ചാനുണ്ടായിരുന്നു, സാംബാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട ദൈവദാസന്മാരുമായി വീണ്ടും ഒരിക്കൽ കൂടി വേറൊരു രാജ്യത്ത് വാഗ്ദത്തത്തിന്റെ നിവൃത്തിയായി ഇവിടെ ആയിരിക്കുവാൻ, പ്രൈസ് ഗോഡ്, വാക്ക് പറഞ്ഞാൽ മാറുവാൻ അവൻ മനുഷ്യനല്ല. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഒരു അടയാളത്തിനാണ് ഇന്ന് രാത്രി നീ വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, നിന്റെ വിഷയത്തിന്റെ മേൽ എന്തൊക്കെയോ അടയാളങ്ങൾ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നിനക്കൊരു അടയാളം മാത്രമേ ഉള്ളൂ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്നെ തകർത്തത് എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്തു നിന്ന് വാഗ്ദത്ത സന്തതികൾ പുറത്തു വരണം. സ്തോത്രം. നിന്നെ കുറിച്ചുള്ള വിളിയാലുള്ള ആശ പുറത്തു വരണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെയോ നിന്നെ തകർത്തിട്ട്, എവിടെയൊക്കെയോ നിന്റെ കംഫോർട്ട് സോണിനെ മാറ്റി പിടിച്ചിട്ട്, അവരുടെ അകത്ത് അവൻ നിന്നിലുള്ള എന്റെ സ്വപ്നങ്ങളെ പുലർത്തുവാൻ, അവൻ അതിന്റെ നിവർത്തീകരണത്തിലേക്ക് നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനാൽ കൺസീവായ ഉരുവായ വിശുദ്ധ പ്രജയെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ തകർക്കാൻ അവൻ എന്തും ചെയ്യും. അവൻ എന്തും ചെയ്യും. നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം എന്തും ചെയ്യും. കാരണം അവൻ വാക്ക് പറഞ്ഞാൽ മാറുവാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമത്രേ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയോ ദൈവത്തിന്റെ വചനവുമായി നിൽക്കേണ്ട ജീവിതങ്ങൾ ഇതിന്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. അവരോടുള്ള ദൂത ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, നിന്നെ തകർത്തിട്ട് നിന്റെ അകത്ത് അഭിഷേകത്തിന്റെ അവൻ ഒരു ദൈവപുത്രനെ ഉരുവാക്കിയിട്ട് എവിടെയൊക്കെയോ നിന്നെ നിർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ട് നിന്നെ തകർത്തുവാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിയാട്ടെ. അഭിഷേകത്തിന്റെ പൂർണ്ണതയിലേക്ക്, മഹത്വത്തിന്റെ തികവിലേക്ക് ദൈവത്തിന്റെ പുത്രൻ നിന്റെ അകത്തു നിന്ന് ഉരുവാകുമ്പോളം പ്രസവ വേദന അനുഭവിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ അകത്തു നിന്ന് അഭിഷേകൻ പുറത്തു വരുവാൻ, അവൻ തലമുറ പുറത്തു വരുവാൻ ഇന്ന് രാത്രി അവൻ പ്രസവ വേദന അനുഭവിച്ചുകൊണ്ട് ഈ സഭയിൽ അവൻ ഉലാവുക. നിന്റെ അകത്തുള്ള ദൈവ മനുഷ്യനെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഇവിടെ ശാന്തമായി ഉലാവിക്കൊണ്ടിരിക്കും. കന്യക ഗർഭിണിയായി കന്യക വേർപെട്ടവൾ, കാത്തിരിക്കുന്നവൾ,
വിശുദ്ധിയുള്ളവൻ, വാഗ്ദത്തമുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി നിന്റെ ലക്ഷ്യത്തെ മാറ്റി, നിന്റെ ദർശനത്തെ മാറ്റി, നിന്റെ അകത്ത് ഞാൻ ഉരുവാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെറുതെയാണ് നിന്നെ അഭിഷേകം ചെയ്തത്. കൂട്ടുകാരൻ പരമായ ആനന്ദ ഭയം കൊണ്ട് അഭിഷേകം ചെയ്തില്ല. അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ പോകാം. പ്രതികരിക്കുന്നവർക്കായി സ്തോത്രം. പ്രതികരിച്ചുകൊണ്ടിരുന്നാട്ടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ. വചനം പറയുന്നത്, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിച്ചു. രാത്രി വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടേണ്ട ചില അഭിഷേകന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ ഇതിന്റെ അകത്തുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ എന്തും ചെയ്യും. കാരണം നിന്റെ മേലുള്ള വാഗ്ദത്തം അവനൊരു ബാധ്യതയാണ്. അവനൊരു ബാധ്യതയാണ്. നിന്റെ അകത്ത് ഉരുവായല്ലേ? ഉരുവായത് എന്താ? വാഗ്ദത്ത സന്തതി. അറിയത്തില്ല. നിന്റെ അകത്ത് ഉരുവായതിനെ ഇന്ന് രാത്രി നീ നശിപ്പിച്ചല്ലേ നിന്റെ അകത്തിരിക്കുന്നത്. നിന്റെ അകത്ത് വാഗ്ദത്തത്തിൽ വെളിപ്പെട്ട ഒരു ഉരു നിന്റെ അകത്ത് വെളിപ്പെട്ടിട്ട് അതിനെ കൊന്നുകളഞ്ഞില്ലേ? യേശുവിന്റെ നാമത്തിൽ ജയമെടുത്തു. ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? സഭ അവൻ വെളിപ്പെട്ട ആത്മീയ സന്തതികളെ കൊന്നുകളഞ്ഞു. എന്തിനു വേണ്ടിയാ ഉരുവാക്കിയത്? എന്തിനു വേണ്ടിയാ നിന്റെ അകത്ത് ഇട്ടത്? എന്റെ ദൈവത്തിന്റെ അവൻ പ്രത്യേകതമായ ദൗത്യത്തിന് വേണ്ടി നിന്നെ വിളിച്ചു വേർതിരിച്ച അകത്ത് ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിന്റെ ശക്തിയുടെ ആഴങ്ങളിട്ടുണ്ടോ? രാത്രി നീ പട്ടിയായിരുന്നു പോകാൻ യേശുവിന്റെ നാമത്തിൽ നീ ദൂതി കേട്ടില്ലേ? നീ ദൂതി കേട്ടില്ലേ? അത് വെളിപ്പെട്ടില്ല. ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? വാക്കുവാന്റെ ദൈവത്തിനാ നഷ്ടം. പ്രതികരിക്കുക. നീ കൊന്നുകളഞ്ഞില്ലേ? എന്റെ ഹെഡിങ് പറയാനൊന്നും സമയമില്ല. പക്ഷെ ഞാൻ വായിക്കുന്നു. Pregnant by God and aborted by men. നിന്റെ അകത്തവൻ ഉരുവാക്കിയത്, നിന്റെ അകത്ത് പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായ ഗർഭം ധരിച്ച ഒരു വിശുദ്ധ പ്രജയെ ദൈവം പുറത്തു വരുവാൻ കാത്തു നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി അഭിഷേകത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നീ അതിനെ കൊന്നുകളഞ്ഞില്ലേ?
എന്തിനു വേണ്ടി നീ കൊന്നു കളഞ്ഞു? നിന്റെ ഇഷ്ടത്തിന് വേണ്ടി തകർത്തു കളഞ്ഞു. എന്തിനു വേണ്ടി അവരെ വേർതിരിച്ചില്ല? നിന്റെ ജനത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു പാപം പിടിച്ച പെണ്ണിനോട് ദൂത് പറയുക, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ, ആമേൻ. വിളിച്ചു പറയുന്നത്, you are highly favored one. Greetings. കടാക്ഷിച്ചതാ വിളിച്ചതാ. Praise God. മറിയുടെ വിഷയമായിട്ടല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ അകത്ത് ദൈവത്താൽ സംഭവിച്ച വെളിപ്പെട്ട ഉരുവായ വാഗ്ദത്ത സന്തതിയെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിനെ പ്രസവിക്കാൻ നീ തയ്യാറാകണം. വിളിയുള്ളവൻ പ്രസവിക്കാൻ തയ്യാറാകട്ടെ, പ്രസവിക്കാൻ തയ്യാറാകട്ടെ. പ്രസവ വേദന അനുഭവിച്ച് പറ്റൂ ഇന്ന് രാത്രി. കടക്കാരനല്ലേ പ്രാർത്ഥി പാടാൻ എളുപ്പം. അവനാർക്കും ഒരു ബാധ്യത. പക്ഷെ നീ അവനൊരു ബാധ്യത. നീ അവനെ കടക്കാരനാ. എങ്ങനെ? നിന്നെ കുറിച്ച് സ്വപ്നം കണ്ടോണ്ട് അല്ലേ? ഉരുവായ നിന്റെ ജനത്തിന്റെ സന്തതി ഉരുവായിട്ട് 9-ാം മാസം നീ ലേബർ റൂമിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? എന്താ കാരണം? അത് നിന്റെ സന്തതി ആയതുകൊണ്ട്. ഹല്ലേലൂയ. കാന്തൻ ഉലാവിക്കൊണ്ടിരിക്കുക. സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട വാഗ്ദത്ത സന്തതികളുടെ പ്രസവം സംബന്ധിച്ച് ഇന്ന് രാത്രി എന്റെ കാന്തൻ അവൻ ഉരുവാകേണ്ട, പ്രസവിക്കപ്പെടേണ്ട വാഗ്ദത്ത സന്തതിയെ കുറിച്ച് ഹല്ലേലൂയ പ്രസവ വേദന അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്റെ സഭ പ്രസവിച്ചിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് കേൾക്കുക. എന്താ ദൂത് കേൾക്കുന്നത്? ഈ ഗർഭിണിയായ ഒരു ശിശുവിനെ പ്രസവിക്കും. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് വായിച്ചെന്ന് 1:30. കൃപ ലഭിച്ചു. ആമേൻ. അപ്പോൾ ആരെ പ്രസവിക്കപ്പെടേണ്ടത്? The virgin, the church. കന്യകയായ ചർച്ച് അല്ലേ? അതവിടെ നിർത്തിക്കൊണ്ട് ഞാൻ വാക്യം വായിക്കട്ടെ. 2 കൊരിന്ത്യർ 11:2 വായിച്ചേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. 2 കൊരിന്ത്യർ അല്ലേ? ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ ദുർബല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്താണ്? ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ ദുർബല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ ആരാ നീ? നിർമ്മല കന്യക. സ്തോത്രം. നീയാ ഗർഭം ധരിക്കേണ്ടത്. സ്തോത്രം. എനിക്കറിയാം ഇവിടുന്ന് സുശേഷവരേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിളിയുള്ളവൻ ഇറങ്ങി പുറപ്പെടണം, അല്ലെങ്കിൽ വില കൊടുക്കേണ്ടി വരും. ആമേൻ, ആമേൻ, ആമേൻ. കുറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരിക്കുക. പ്രസവ ലേബർ റൂമിന്റെ മുമ്പിൽ ദൈവം കാത്തിരിക്കുക. ഇവന്റെ അകത്തുനിന്ന് എപ്പോഴാ വാഗ്ദത്ത സന്തതികൾ വെളിപ്പെടുന്നത്? പ്രൈസ് ഗോഡ്. 2019 ഇറങ്ങിക്കൊടുത്തിട്ട് ഇതുവരെ ഹല്ലേലൂയ പല രാജ്യങ്ങളും പല സ്ഥലത്തും ദൈവം അയക്കാൻ കാരണം ഇറങ്ങിക്കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ വാഗ്ദത്തമുണ്ട്. എവിടേക്ക് ചെല്ലുമെന്നല്ല, അവൻ എത്തിക്കേണ്ടത് എത്തിക്കുമെന്ന്. ഹല്ലേലൂയ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടത്. അവൻ യാതൊരു പടയാളിയും അവന്റെ ജീവനകാലത്തിൽ ഏർപ്പെടാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ലോകപ്രകാരമായ ജോലിയേക്കാൾ വേത്രമായ ജോലി അവനാണ് ഇത് എന്ന് ആത്മാവിൽ ഉറപ്പുള്ളത് കൊണ്ട് അനുഭവിച്ചറിഞ്ഞത് കൊണ്ട്
രുചിച്ചറിഞ്ഞത് കൊണ്ട് ഈ കമ്പനി എന്നെ പറ്റിക്കത്തില്ല, ഈ കമ്പനി എന്നെ പുലർത്തിക്കൊള്ളു. ഈ കമ്പനിയുടെ ഓണർ അവൻ എന്റെ ഉപനിധിയാണ്. അത്യാനത്തോളം ദൈവം അറിയാം. ഇന്ന് രാത്രി ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുവാൻ എനിക്ക് ചിലരെ ആൾക്കാരെ വേണമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. ജോയിൻ ചെയ്യുവാൻ എനിക്ക് കുറെ പേരെ വേണം. കാരണം അന്ത്യകാലത്തെ സകല ജനത്തിന്റെ പേര് എന്റെ ആത്മാവിന്റെ പകരം പുത്രന്മാർ പ്രവചിച്ചുകൊണ്ട് ഒതുങ്ങത്തില്ല. എവിടെയെങ്കിലും അതിനെ ഏൽപ്പിക്കുവാൻ എങ്ങനെ സംഭവിക്കുന്നു? ദൂത് കേട്ടപ്പോ നീ പോയി പറഞ്ഞില്ല എങ്ങനെ സംഭവിക്കുന്നു? പറഞ്ഞെന്താ? പുരുഷനെ അറിയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ കുത്തിന്ന് പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ ആരാധിക്കുക, ആത്മാവിൻ പോരാട, ആത്മാവിൻ ചിലതിനെ ചെയ്യിക്ക, ചിലതിനെ തകർക്ക, ചിലതിനെ കീഴടക്ക. നിന്റെ വാഗ്ദത്തത്തിലേക്ക് ഞാൻ എന്റെ കൈ പിടിച്ച് നടത്താം. രാത്രി വീടിയുള്ള നിന്നെ ഗിൽഗാൽ ഒതുക്കാൻ പറ്റത്തില്ല, യോർദാന് നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, യെരിഹോവിനെ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ശമരിയ പട്ടണം നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, അവൻ ഒഴുക്കിനെ പറ്റത്തില്ല, പ്രവാചക ശിഷ്യന്മാർ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ മേൽ വീഴേണ്ടത് അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് വീഴ്ത്തുവാൻ ദൈവം കാത്തിരിക്കുന്നു. പക്ഷേ ഗിൽഗാൽ വിടുക, യെരിഹോ വിടുക, ബേഥേൽ വിടുക, യോർദാനെ വിടുക, അപ്പുറത്ത് തേജസ്സേറിയ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുമായി ഒരുവൻ കാത്തു നിൽപ്പുണ്ട്. നിന്നെ ഒതുക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് മാത്രമേ പറ്റൂ. ഈ നാളിൽ എവിടെന്നേക്കോ കടന്നു വന്ന് രാത്രി ഇവിടെ ആയിരിക്കുമ്പോൾ വചനത്തിന്റെ ദൂത് പറയുന്നു, ഒതുക്കുവാൻ പ്രവാചക ശിഷ്യന്മാരുണ്ട്, പ്രവാചക മക്കളുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ അതിനെ അവഗണിച്ച് അവരുടെ പിന്നിലുള്ള കുത്ത് അവഗണിച്ച് ഈ നാളുകളിൽ മുന്നോട്ട് പോയിക്കോ. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കുമായി ഞാൻ നിന്റെ തലമുറയിൽ എന്റെ നാവായി, എന്റെ വാർത്താവായി, എന്റെ അഭിഷക്തനായി ഞാൻ നിന്നെ വിടുതൽ പറിച്ചറിയും. ആ പറിച്ചറിയലിൽ നീ ചെന്ന് വീഴുന്നത് അരളിയ ജനത്തിന്റെ ശാപമുള്ള, ഉറവക ചീത്തയുള്ള, ഗർഭനാശമുള്ള പട്ടണത്തിലെ ദാഹം, പട്ടണത്തിലെ ക്ഷാമം, പട്ടണത്തിലെ അരളിയ ഗർഭനാശമാക്ക ആത്മീയ ശാപമാക്ക നീ തെരഞ്ഞെടുക്കപ്പെട്ടവന. ഉരുവായതിനെ പ്രസവിക്കാം, ഉരുവായതിനെ പ്രസവിക്കാം. ഈ പുരുഷനെ അറിയാവുണ്ട് ഇതെങ്ങനെ സംഭവിക്കും. നിനക്ക് ഇത് പുറത്തു വരണമെങ്കിൽ പുരുഷനെ അറിയണോ, അവൻ സംഘടനയെ അറിയണോ, പാസ്റ്റർമാരെ അറിയണോ,
നീ ചോദിച്ചില്ലേ ഇതെങ്ങനെ നടക്കും? ഇതെങ്ങനെ നടക്കുമെന്ന് ഞാൻ സാക്ഷി. ഇതെങ്ങനെ നടക്കുന്ന 5 കൊല്ലം മുമ്പ് ചോദിച്ചത്. നിന്നോടിക്കാൻ തയ്യാറാണോ? ഇതിലും അപ്പുറം കീഴടങ്ങാൻ തയ്യാറാണോ? നേർപ്പെടാൻ തയ്യാറാണോ? നിൽക്കാൻ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണോ? ഇതിലും അപ്പുറം അഭിഷേകത്തിന്റെ പകർച്ചയുമായി ഹല്ലേലൂയ. രാഷ്ട്രീയ തിമിരങ്ങൾ കേരളത്തിന്റെ അകത്ത് കൊടികുത്തി വാഴുന്ന അതിന്റെ നടുവിലേക്ക് അഭിഷേകത്തോടെ കടന്നിരുന്ന് തലമുറയെ വസ്ത്രം ഉടുപ്പിക്കാൻ എനിക്ക് ചില ആവശ്യത്തിൽ വേണം. തയ്യാറാണോ? നീ തയ്യാറാണോ? നീ തയ്യാറാണോ? ഉറപ്പുള്ള ജനപ്രകാരമായ ഒരു കുഞ്ഞ് അബോർട്ടായി പോയാൽ നിനക്ക് എന്തുമാത്രം ദുഃഖം. രാത്രി എത്രയോ പ്രാവശ്യം ഗുരുവായി. But you were got pregnant by God, but you the man destroyed it. നാദാൻ വിളിച്ചു പറഞ്ഞതുപോലെ രാത്രി ആത്മാവ് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ, സഹോദരൻ നീ തന്നെ, സഹോദരി നീ തന്നെ, അഭിഷേകം നീ തന്നെ, യുവാവേ നീ തന്നെ. ഇതെങ്ങനെ സംഭവിക്കുന്നു? സഭാപ്രസംഗിന് ഇപ്രകാരം ഒരു വാക്യമുണ്ട്. സഭാപ്രസംഗി 11:5 വായിക്കാം. വായിക്കട്ടെ, ഞാൻ പറയാം. ഹല്ലേലൂയ. ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം അവിടെ. ഹല്ലേലൂയ. സഭാപ്രസംഗി 11:5. ഇതെങ്ങനെ സംഭവിക്കുമെന്നല്ല ഞാൻ ചോദിക്കുന്നത്. Revelation chapter 11 verse 5. ഹല്ലേലൂയ. കാറ്റിന്റെ ഗതി എങ്ങനെയെന്നോ ഗർഭിണിയുടെ ഉദരത്തിന്റെ അകത്ത് അസ്ഥികൾ ഉരുവായി തീരുന്നത് എങ്ങനെയെന്നോ നിനക്കറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. പക്ഷേ എനിക്കറിയാം കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന്. അഭിഷേകത്തിന്റെ കാറ്റ് ഊതിയാൽ അവിടെ ചില അസ്ഥികൾ ഉരുവാകും. അസ്ഥികൾ ഉരുവാകട്ടെ, ഉദരത്തിന്റെ അകത്ത് അസ്ഥികൾ ഉരുവാകട്ടെ. അതിനെ നശിപ്പിക്കാതെ അസ്ഥികൾ ഒഴിവാകട്ടെ. നിനക്ക് പ്രവചിക്കാൻ അസ്ഥികളൊന്നുമില്ല. പ്രവാചകന് അസ്ഥി താഴ്വരകളുണ്ടായിരുന്നു. പക്ഷെ എന്റെ മറിയയ്ക്ക് അവന്റെ വാഹനമേറുവാൻ അവന്റെ ഉദരം തുറന്നു കൊടുക്കുമ്പോൾ ഒരു പൊടി പോലുമില്ല. പക്ഷേ അവക്കറിയാം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ നിലവിലും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പുത്ര ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ ഗതി ഉണ്ടെന്ന് നിനക്കറിയില്ല. അത് ഇഷ്ടമുള്ളത് ഓട്ടുപോലെ ഓടിക്കും. അത് അടിച്ചു കഴിഞ്ഞേ അറിയത്തുള്ളൂ എന്തൊക്കെ സംഭവിച്ചെന്ന്. ഇന്ന് രാത്രി ഇവിടെ ചലിച്ച പരിശുദ്ധ ആത്മാവിന്റെ കാറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെ നടന്നെന്ന്. ചലിക്കാൻ തയ്യാറാണോ? എഴുന്നേൽക്കാൻ തയ്യാറാണോ? ഗൂഢമായി ഉപേക്ഷിക്കാതെ ഗുരുവായി തന്നെ പ്രസവിക്കുവാൻ രാത്രി എത്ര പേർ തയ്യാറാകും? കർത്താവേ, ഇന്ന് രാത്രി ഞാൻ അതിനെ കൊന്നതാ. കഴിഞ്ഞ രാത്രി ഞാൻ അതിനെ കൊന്നതാ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അതിനെ കൊന്നതാ. ഞാൻ അതിനെ അബോർട്ട് ചെയ്തതാ. ഇന്ന് രാത്രി നീ വീണ്ടും എന്റെ മേൽ അടിക്കുകയാണെങ്കിൽ അതിന്റെ അസ്ഥികളുടെ അകത്ത് ഗുരുവായി കയറുമെങ്കിൽ
നേരം ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. നിന്റെ വാക്ക് പോലെ എനിക്ക് ഭക്ഷിക്കട്ടെ. ദൂതൻ അവളെ വിട്ടുപോയി. ദൂതൻ അവളെ വിട്ടുപോയി. ദൂതൻ അവളെ വിട്ടുപോയി. പക്ഷെ ദൂതൻ അവളെ വിട്ടുപോയില്ല. ദൂതൻ അവളെ വിട്ടുപോയില്ല. പറഞ്ഞ പ്രവാചകൻ മാറിപ്പോയാലും, പറഞ്ഞ പാസ്റ്റർ മാറിപ്പോയാലും, പറഞ്ഞ ദൈവം മാറത്തില്ല. രാത്രി എത്ര വിശ്വസിക്കുന്നു? ഓ നിന്നീടപ്പാ